ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് മഹേന്ദ്ര താറിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് 2012 മോഡൽ മഹേന്ദ്ര താർ നമ്മൾക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി 2015 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ കൺവേർഷനും നമുക്ക് കാണാം. അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എത്ര വന്നെന്നുള്ളതും ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ താറിൻ്റെ നമ്മളുടെ പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മളിതിൽ അടിച്ചിരിക്കുന്നത് 2K പ്രൈമറാണ്. ഇന്നർ സൈഡിൽ നമ്മൾ ബ്ലാക്ക് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇന്നറിലും പ്രൈമർ അടിച്ചതിന് ശേഷം ബ്ലാക്ക് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ചേസസ് നമ്മൾ ഈ ഒരു അണ്ടർ കോട്ട് നമ്മൾ അടിക്കുകയുണ്ടായിരുന്നു. 3M അണ്ടർ കോട്ടാണ്. ഏകദേശം ഒരു 5600 രൂപ റേഞ്ച് വരുന്ന അണ്ടർ കോട്ടാണിത്. ഇതിൽ അങ്ങനെ നമ്മൾ ടീനറും കാര്യങ്ങളൊന്നും അധികം ചേർക്കില്ല. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള 3M അണ്ടർ കോട്ടിന് വേണ്ടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അണ്ടർ കോട്ട് ഫുള്ളായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 2K പ്രൈമർ അപ്ലിക്കേഷൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്നർ സൈഡിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം വണ്ടിയുടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബോഡി ഫുള്ളായിട്ട് അടിച്ച് ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ബോണറ്റും ഡോറുകളും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ബോഡി പെയിൻറ്റിങ്ങിനായിട്ട് പോവാം. came up a lot, it sounds more when I was not around. Certain people that I know, they ain't no longer about.
വണ്ടിയുടെ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, സാധാരണ ജീപ്പ് എല്ലാവരും ബോഡി സെപ്പറേറ്റ് ചെയ്ത് ചെയ്സ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും, അതെന്തായി വണ്ടിക്ക് ചെയ്തില്ല എന്ന്. ഇത് 2012 മോഡൽ വണ്ടിയാണ്. മേജറായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ അതിന് ചെയ്സസും കാര്യങ്ങളൊക്കെ അഴിച്ച് പെയിന്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണറ്റ് ഡോറുകൾ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഇന്നർ സൈഡിലെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഇന്നർ സൈഡിൽ അതേപോലെ തന്നെ ഔട്ടർ സൈഡിൽ ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം അഴിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് 2K പ്രൈമറൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോണറ്റ് അതേപോലെ 2 ഡോറ് ബാക്കിലെ ഡോറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ബോഡി ഇറക്കിയിട്ടിട്ട് നമുക്ക് ബോണറ്റും കാര്യങ്ങളെല്ലാം കയറ്റി സെപ്പറേറ്റ് ചെയ്ത് പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ജീപ്പ് നമ്മൾ അടിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് പുതിയ താറിന് വരുന്ന നെപ്പോളി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ പോളിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ല, നമ്മൾ അടിച്ചിട്ടു. ഇനിയിപ്പോൾ ബോണറ്റും അതേപോലെ ഡോറുകളും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞ് സെറ്റിങ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയുടെ പോളിഷും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് അതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിലേക്ക് പോവാം.
താറിന്റെ ഫുൾ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വണ്ടി ആയിരുന്നത് റെഡ് കളറായിരുന്നു, ചെറിയ റെഡ് എന്ന് പറയുന്ന കളറായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നെപ്പോളി ബ്ലാക്ക് എന്ന് പറയുന്ന പുതിയ താറിന്റെ കളർ നമ്മൾ അടിച്ചു. അതേപോലെ തന്നെ ഒരു കസ്റ്റം ലുക്ക് ആയിരുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് 2016 മോഡൽ 15 മോഡൽ താറ് വരുന്നത്, ആ ഒരു മോഡലിലുള്ള ബമ്പറും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കസ്റ്റം ലുക്ക് മാറി ശരിക്കും ഈ ഒരു വണ്ടി സ്റ്റോക്ക് മോഡൽ തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്നർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം സാധാരണ ഒരു ജീപ്പിന്റെ രീതിയിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് സൈഡിൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം സൈഡ് ചെറിയ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് പുതിയ താറിന് പറഞ്ഞ ആ കട്ടിങ് രീതിയിലെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ ചെയ്തു. ബാക്കിൽ ബെഞ്ച് സീറ്റ് ആയതുകൊണ്ട് തന്നെ അത് നോർമൽ സെറ്റപ്പിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളും അതേപോലെ കൺവേർഷൻ കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്യാൻ വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ഒരു താറ് പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ചാർജ് 40,000 രൂപയാണ്. അതേപോലെ തന്നെ വണ്ടിക്ക് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ചാർജ് ആയിട്ട് വരും. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 2,000 രൂപയുടെ അടുത്ത് പാച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബമ്പർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 12,000 രൂപ താഴെയാണ് ഈ ഒരു ബമ്പറിൻ്റെ റൈറ്റ് വരുന്നത്. മഹേന്ദ്ര ജെന്യൂൻ പാർട്സ് ആണിത്. അപ്പോൾ ബമ്പറും നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഓരോ നെറ്റ് ബോൾട്ടുകളും താറ് എന്ന് പറയുന്ന വണ്ടികൾക്ക് അറിയാം, ഈ ഒരു ബോണറ്റിന്റെ ബോൾട്ടിങ് കാര്യങ്ങളൊക്കെ ആ ഗ്ലോ ഫിനിഷിംഗ് ഇല്ലെങ്കിൽ ശരിക്കും ആ ഒരു പുതുമ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആ നെറ്റ് ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ ഇത് ആഡ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വരുത്താൻ വേണ്ടി തന്നെ എല്ലാ നെറ്റ് ബോൾട്ടുകളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഔട്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു വണ്ടി ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അതിക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ഒരു ബമ്പർ ഫ്രണ്ട് ബമ്പറിന് വന്നിരിക്കുന്ന ചാർജ് ഏകദേശം ഒരു 11,500 രൂപ, 11,500 ആണ് ഈ ഒരു ഫ്രണ്ട് ബമ്പറിന് വന്നിരിക്കുന്ന ചാർജും കൂടി കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ ഡെമൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വേറെ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കാണാം.